വിജയം ഫുട്ബോളിൽ മാത്രമല്ല ഡ്രൈവിങ്ങിലും പക്ഷെ ഇതിനൊക്കെ ഭാര്യയ്ക്കൊരു സല്യൂട്ട് കൊടുക്കണം കേട്ടോ വിജയൻ. പോലീസുകാരനായി പറയണ ഒരു സല്യൂട്ട് കൊടുക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ വീണ്ടും ഒരല്പം പിന്നോട്ട് പോവുകയാണെങ്കിൽ ഫുട്ബോളിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചു, പക്ഷെ കളി നിന്നിട്ടില്ല. ഇല്ല. പക്ഷെ ഒരു കളിക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്, അല്ലേ? നമുക്ക് ഒരിക്കലും അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. വരട്ടെ. വിജയനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വിജയന്റെ ആക്റ്റീവ് സ്പോർട്ടിങ് ലൈഫിലെ സമയത്ത് ആള് പലപ്പോഴും ഇഞ്ചുറി ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഓഫ് ലേറ്റ് ആൾക്ക് ഇഞ്ചുറി തീരെ വരുന്നില്ല. ദാറ്റ്സ് വാട്ട് ഐ ആം വറീഡ് അബൌട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ആളുടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും പഴയമാതിരി കളിക്കുന്നില്ലേ, അതോ ആള് കുറേ കൂടെ കെയർഫുൾ ആണോ ഇപ്പോൾ കളിക്കുമ്പോൾ? ആള് വെദർ ഈസ് എഫ്രെയ്ഡ് ഓഫ് ഗെറ്റിംഗ് ഇഞ്ചുറീസ്, അതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ഡൗട്ട്. വിജയനൊരു ഡോക്ടറാണ്, പക്ഷെ ഡോക്ടറുടെ ആ ചിരിയിൽ ചില സംശയങ്ങളുണ്ട്. ഈ പഹയൻ കളി നിർത്തിക്കൊണ്ടാണോ ഇഞ്ചുറി ഇല്ലാത്തത്, അതെയോ? ഡോക്ടർ എന്നെ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കാല് ലിഗമെന്റ് ഓപ്പറേഷൻ ചെയ്ത് സാറാണ്. സന്തോഷ് ട്രോഫി നടക്കുക കൊച്ചിയിൽ, തൃശ്ശൂർ. അപ്പോൾ കാർട്ടിലേജ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇടയ്ക്കും ഓപ്പറേഷൻ കഴിഞ്ഞൊരു 2 മാസം റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് 2 ആഴ്ചയാണ് ടൈം കിട്ടിയത്. അപ്പോൾ കളി സന്തോഷ് ട്രോഫി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് മാച്ച് ഞാൻ കളിച്ചില്ല, കർണാടക ആയിട്ട് ഞാൻ മാച്ച് കളിച്ചു. മാച്ച് കളിക്കുമ്പോൾ ഡോക്ടർ കളി കാണാൻ പറഞ്ഞു. പക്ഷേ 2.5 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ജോപ്പോളാണ് എനിക്ക് ആ ട്രെയിനിങ്. അവൻ്റെ കാല് കുറവ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാരണം എൻ്റെ കാല് ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യണ ജോപ്പോളാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഗട്ട്സ് കൊണ്ട് കളിച്ചാണ് ഞാൻ അന്ന്. എന്നിട്ട് കളിച്ചു. ഡോക്ടറെ ഞാൻ വിളിച്ചു, കളി കാണാൻ പോവാ. അപ്പോൾ ആളെന്നെ വിടാ, കളിക്കാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പാൻറ്റ് അടിച്ചിട്ടുള്ള കഥ അറിയാലോ. ബംഗാളിൽ കളിക്കുമ്പോൾ കേരളത്തിൻ്റെ എതിര് പാൻറ്റ് അടിച്ച് മിസ്സാക്കില്ല. പാൻറ്റ് അടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് അന്നൊരു പാൻറ്റ് കിട്ടി. അത് തൃശ്ശൂരാണ് കളി ഇറങ്ങണത്, സ്റ്റേഡിയത്തിൽ. കർണാടകയായിട്ട് എനിക്ക് ഗോളടിച്ച് കാണിച്ചു കൊടുക്കണ്ടേ എന്നുള്ളൊരു ഇതുകൊണ്ട് ഡോക്ടർ ഇരിക്കല്ലേ, ഞാൻ ഭാഗ്യത്തിന് പാൻറ്റ് അടിച്ച് ഗോളായി. ഞാൻ കളിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കളിക്കാൻ പാടില്ല, കാരണം നീ അത്ര ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു ലെജൻസ് മാച്ച് കളിക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഡോക്ടറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭയം കൊണ്ട് ബോധ്യപ്പെടുന്നില്ല കളികൾ നടക്കുന്നുണ്ടെന്നുള്ള അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ല പോയിട്ട് ലെജൻസ്, ഇന്ത്യൻ ലെജൻസും അതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെനിനെ. അതെ, എന്താ അവാർഡൊക്കെ നമ്മുടെ കേരള അവാർഡൊക്കെ കാരനോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജെനിയാണ് അവിടെ, വിനോദാട്ടനും ജെനിയുണ്ട്. അപ്പൊ ആളവിടെ കൊണ്ടുപോയത്. അപ്പൊ ലെജൻസ് മാച്ചായിരുന്നു, ഖത്തർ ലെജൻസും ഇന്ത്യൻ ലെജൻസും മാച്ചായിരുന്നു. അപ്പൊ ഞാനും ജോപ്പോളും ആസിഫ് സഗീർ ആയിരുന്നു ലെജൻസ്, നമ്മൾ ഇന്ത്യൻ ലെജൻസ്. അപ്പൊ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അവരെ കൂടെ ഞങ്ങൾ എതിര് കളിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പൊക്കെ, ഫ്രീ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ആദ്യത്തെ പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയായിരുന്നു അവരെ. അങ്ങനെ മാച്ച് കളിച്ചു. അപ്പോൾ അവിടെ നന്നായിട്ട് കളിക്കാൻ പറ്റി. ഇപ്പോൾ ഡോക്ടർക്ക് ആശ്വസിക്കാം, വിജയനുണ്ട്. അപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട് ഇപ്പം. ഞാനിപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ കാലത്തും ആയാലും വൈകിട്ടായാലും ഞാൻ കളിക്കാറുണ്ട്. വഴി കാണുന്ന പിള്ളേരെയൊക്കെ വിളിച്ച് കളിപ്പിക്കാറുണ്ടോ? ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ട് ഓൾറെഡി, പോലീസ് അക്കാഡമി ക്യാമ്പ് ഉണ്ട്.